നൽകിയ നമുക്ക് കൊച്ചിയിലേക്ക് ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി പോകണം. എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ശിവശങ്കറിന് അതെ ശബരിമല ആക്സിഡന്റുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഡാനി അത്തരം വിശദാംശങ്ങൾ? കാരണം ശിവശങ്കറിന് നിർണായകമാണല്ലോ. രഞ്ജിത്ത്, നിർണായകം തന്നെയാണ് ശിവശങ്കറിന്. പ്രത്യേകിച്ച് സെഷൻസ് കോടതി തള്ളിയ ഒരു ജാമ്യാപേക്ഷയുമാണ് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. പക്ഷേ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്നു. ജയദീപ് ഗുപ്തയാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്നത്. ഇ ഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരാകുന്നു. അങ്ങനെ പ്രമുഖ അഭിഭാഷകർ ഇരുവശത്തും നിരക്കുന്നു എന്നത് തന്നെ പ്രത്യേകത. ഒപ്പം തന്നെയും ഇതിൽ ഇ ഡി കഴിഞ്ഞ ദിവസം ഉയർത്തിയ വാദമുഖങ്ങൾ അത് വളരെ ശ്രദ്ധേയം തന്നെയാണ്. കാരണം ശിവശങ്കറിനെതിരെ നിലനിൽക്കുന്ന മറ്റ് രണ്ട് കേസുകൾ നയതന്ത്ര ചാനലിലൂടെ സ്വർണം കടത്തിയ കേസിലെ പ്രതി, അതോടൊപ്പം തന്നെയാണ് ഈ വിദേശത്തേക്ക് ചട്ടവിരുദ്ധമായി നിയമം ലംഘിച്ചുകൊണ്ട് ഡോളർ കടത്തിയ കേസിലെ പ്രതി. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇ ഡി കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നേരത്തെ വിചാരണ കോടതിയെ അറിയിച്ചിരുന്നില്ലേ എന്ന് തിരിച്ച് ഹൈക്കോടതി ചോദിക്കുകയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ഇ ഡി മുന്നോട്ട് വന്നിരിക്കുന്നു. അതിൽ മറുവാദം അതിൽ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു പ്രതിയായ സന്തോഷ് ഈപ്പന് വിചാരണ കോടതി തന്നെ ജാമ്യം നൽകുന്നുണ്ട്. കീഴ്ക്കോടതി തന്നെ ജാമ്യം നൽകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ശിവശങ്കരൻ സ്വാധീനമുള്ള വ്യക്തിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഇപ്പോഴും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ശിവശങ്കറിനെതിരെ ഇ ഡി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ നേരത്തെ ശിവശങ്കർ മറ്റു കേസുകളിൽ ജാമ്യം നേടിയതുപോലെ തന്നെ ഇതിൽ എന്താണ് ഹൈക്കോടതി ഇതിൽ തീരുമാനമെടുക്കുക എന്നത് ഈ കേസ് സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ നിർണായകം തന്നെയാണ്. കാരണം കേസിൽ ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്ന് ഇ ഡി പലകുറിയായി ആവർത്തിക്കപ്പെടുന്നു. നിരവധിയായ ചോദ്യം ചെയ്യലുകൾ നടത്തുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ലൈഫ് മിഷൻ കേസ് സിഇഒ UV ജോസിനെ അടക്കം പലതവണ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലുകൾ എല്ലാം തന്നെ ഉണ്ടാകുന്നു. അതിലിപ്പോൾ ശിവശങ്കറിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് ഒരു വലിയ തിരിച്ചടിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹൈക്കോടതി ഇന്ന് രാവിലെ തന്നെ കേസ് പരിഗണിക്കുകയും ചെയ്യും.